മണിരത്നം കമലഹാസനെ നായകനാക്കി ചിത്രീകരിച്ച തഗ് ലൈഫ് എന്ന സിനിമ OTT-യിൽ റിലീസായിരിക്കുന്നു. സിനിമയെക്കുറിച്ച് അത്ര അനുകൂലമായ പ്രതികരണങ്ങളൊന്നുമല്ല ലഭിക്കുന്നത്. എന്നാൽ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിലൂടെ ഒരു ഗായിക തന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ചിന്മയി ശ്രീപാദ കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന മണിരത്നം സിനിമയിലൂടെ AR റഹ്മാൻ അവതരിപ്പിച്ച ഒരു 15 വയസ്സുകാരി. പിന്നീട് തമിഴിലും ഇതര ഭാഷകളിലുമായി എത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് ചിന്മയുടേതായിട്ടുള്ളത്. കൂടാതെ ഡബ്ബിംഗ് രംഗത്തും ചിന്മയി തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്ത്യയിൽ മീറ്റു തരംഗം ആഞ്ഞടിച്ച 2018-ൽ തമിഴ് ഗാനരചയിതാവായ വൈരമുത്തുവിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം ചിന്മയി തുറന്നു പറഞ്ഞു തന്റെ ട്വിറ്ററിലൂടെ. പിന്നീട് തമിഴ് സിനിമാ ലോകവും മറ്റനേകം ആളുകളും ഇതിന്റെ പാത പിടിച്ച് ഇത്തരം അനുഭവങ്ങളെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞു. അയാൾ മഹാനായ എഴുത്തുകാരനാണ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ അയാളാണ് എന്നെ ഉപദ്രവിച്ചത്, ചിന്മയി വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തിൽ തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു. തമിഴ് നടനും രാഷ്ട്രീയക്കാരനുമായ രാധാ രവിയിൽ നിന്നും തങ്ങൾക്കുണ്ടായ മോശം അനുഭവം ഒരു കൂട്ടം സ്ത്രീകൾ വെളിപ്പെടുത്തി. ഇതിനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ചിന്മയിയെ തമിഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ നിന്ന് വിലക്കേർപ്പെടുത്തി. അന്നും ഇന്നും ഈ സംഘടനയുടെ തലപ്പത്ത് ഇതേ രാധാരവി തന്നെയാണ്. ഒരു സ്ത്രീ തന്റെ തൊഴിലിടത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. ഈ തുറന്നു പറച്ചിലിന്റെ പേരിൽ അവർ വലിയ വില നൽകേണ്ടി വരുന്നു. തേടിയെത്തിയ പല അവസരങ്ങളും അവസാന നിമിഷം അവർക്ക് നഷ്ടമായി. എങ്കിൽ കൂടിയും വിലക്കിനെ മറികടന്ന് ചില സംവിധായകർ അവരുടെ ചിത്രത്തിൽ ചിന്മയിയെ പാടിപ്പിച്ചു. അവളുടെ ശബ്ദം കൊണ്ട് അവൾ അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു. ഇതര ഭാഷകളിലും ഈ സമയം ചിന്മയി പാടുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടിയും തമിഴ് സിനിമാ ലോകം അവളെ മാറ്റി നിർത്തി തന്നെയിരുന്നു. എനിക്കന്ന് 18 വയസ്സായിരുന്നു. ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് കോടമ്പാക്കത്തെ വൈരമുത്തുവിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയത്. മഹാനായ കവിയും ദേശീയ അവാർഡ് ജേതാവും തമിഴ്നാടിന്റെ ഇതിഹാസവുമായ വൈരമുത്തുവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ അവസരം ഞാൻ എൻ്റെ അഭിമാനമായി കണ്ടു. പക്ഷേ അദ്ദേഹം വരികൾ വിശദീകരിക്കാൻ എന്ന വ്യാജേനെ എന്നെ കെട്ടിപ്പിടിക്കുകയും എൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു. ഞാൻ വിറച്ച് അദ്ദേഹത്തിന്റെ പിടി പിടിച്ച് വീട്ടിലേക്ക് ഓടിച്ചെന്നു. ആരോട് പറയണമെന്നറിയാതെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞു. അച്ഛനോടും അമ്മയോടും പോലും വൈരമുത്തുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്നെനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ള ആളുകളും കൂടി എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തി. കഴിഞ്ഞ വർഷം ഞാനിത് തുറന്നു പറയുകയും അതിന്റെ ഫലമായി എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലാണ് ചിന്മയി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞത്.